ലോകത്തെമ്പാടും ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളെ കവച്ചു വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഓൺലൈൻ മീഡിയാസ് തന്നെയാണ്. ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ മുക്കിലും മൂലയിലുമൊക്കെ എല്ലാവരും വാർത്തകൾക്കും വാർത്താധിഷ്ഠിത പരിപാടികൾക്കും അപ്പോൾ നടക്കുന്ന സംഭവങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കും എല്ലാം തന്നെ ഓൺലൈൻ മീഡിയയെ ആണ് ഇപ്പോൾ കൂടുതലായി ആശ്രയിക്കുന്നത്. അതായത് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ തുടങ്ങി സർവമാനെടുത്ത് വെബ്സൈറ്റുകളടക്കം അനവധി ഓൺലൈൻ മീഡിയകളുണ്ട്. അതായത് മുൻപ് ടെലിവിഷൻ ചാനലുകളുടെ മുമ്പിൽ കുത്തിയിരുന്ന് വാർത്തകൾ കാണുന്ന കാലത്തിൽ നിന്നും മാറി ഇപ്പോൾ എവിടെയും സഞ്ചരിക്കുമ്പോൾ നമുക്ക് വാർത്തകൾ കാണാനുള്ള സാഹചര്യത്തിലേക്ക് ലോകം മാറി. അതിനനുസരിച്ച് മീഡിയകളും മാറി. അങ്ങനെ നമ്മുടെ രാജ്യത്തും അനവധി സോഷ്യൽ മീഡിയകൾ വാർത്തകളാൽ നിറഞ്ഞു. അല്ലെങ്കിൽ വാർത്തകൾ നൽകുന്ന സോഷ്യൽ മീഡിയകൾ അനവധി ഉണ്ടായി. ഈ സോഷ്യൽ മീഡിയകൾ മുൻപോട്ട് വളരെ വേഗം കുതിച്ചു കയറുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല എന്നാണ്. അങ്ങനെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. കാരണം ഇവിടെ സ്വാഭാവികമായും പ്രധാനമന്ത്രി അടക്കമുള്ളവരൊന്നും വിമർശനത്തിന് അതീതരല്ല. അവരെ വിമർശിക്കുകയുമൊക്കെ സ്വാഭാവികം മാത്രമാണ്. അത് മാധ്യമങ്ങൾ പലവട്ടം ചെയ്യാറുമുണ്ട്. പക്ഷേ സ്വന്തം രാജ്യത്തിനെ തന്നെ തകർക്കുന്ന തരത്തിലേക്ക് പല മാധ്യമങ്ങളും മാറുന്നത് നാം കാണുന്നതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനം പോലും ഈ രാജ്യത്ത് അനുസൂതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം ഒരു പുതിയ ബില്ല് കൊണ്ടുവരുന്നത്. പുതിയ ബില്ല് എന്ന് പറയാൻ കഴിയില്ല. 2019 മുതൽ ഇത് പാർലമെൻറ്റിൽ കൊണ്ടുവരികയും ചർച്ച ചെയ്യുകയും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ നൽകിയ ഭേദഗതി 73 ഭേദഗതികൾ ഈ ബില്ലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒരു പഴയ ബില്ലായിരുന്നു. നമുക്ക് ഈ മുഖ്യധാര ടെലിവിഷൻ ചാനലുകളെ നിയന്ത്രിക്കാനുണ്ടായിരുന്നു. 1995 ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പ്രധാനപ്പെട്ട നമ്മുടെ സ്വീകരണ മുറികളിലെത്തുന്ന പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം ഈ പറയുന്ന 1995 ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമത്തിന് കീഴിൽ ഉള്ള ചാനലാണ്. അതിനൊരു രജിസ്ട്രേഷൻ ഉണ്ട്, ലൈസൻസ് ഉണ്ട്. ഒപ്പം തന്നെ അതിൽ വ്യാജ വാർത്തയും മറ്റും നൽകിയ പ്രേക്ഷകർക്കോ ഇല്ലെങ്കിൽ സർക്കാരിനോ മറ്റോ ഒരു നിയമ നടപടികളിലൊക്കെ പോകാൻ എല്ലാ സംവിധാനമുണ്ട്. പക്ഷേ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ രംഗത്തെത്തിയത്. അതായത് ഒരു മൊബൈൽ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആർക്കും എന്തും വിളിച്ചു പറയാവുന്ന ഒരു ഇടമായി സോഷ്യൽ മീഡിയ മാറി. അതിൽ ഒരുപിടി നല്ല മാധ്യമങ്ങളും നല്ല മാധ്യമപ്രവർത്തകരും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ചെറിയ വിഭാഗം, ആ ചെറിയ വിഭാഗമാണ് വലിയ വിഭാഗത്തിനെ നിയന്ത്രിക്കുന്നത്. വ്യാജ വാർത്തകൾ പടച്ചുവിടുക, ഒപ്പം തന്നെ എന്ത് വൃത്തികേടുകളും പറയുക, ഒരു വ്യക്തിയെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക. ഇതിനെയൊന്നും ശരിക്കും നിയന്ത്രിക്കാനുള്ളൊരു നിയമം നമ്മുടെ രാജ്യത്തില്ല, ബാക്കി എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. ഈ രാജ്യത്ത് മാത്രം ഈ സോഷ്യൽ മീഡിയകളെയോ ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ ഈ ന്യൂസുകളെയോ പോർട്ടലുകളെയോ ഒന്നും നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വാർത്തകളെ നിയന്ത്രിക്കുക എന്നുള്ളതല്ല. അവർക്കൊരു ലൈസൻസ് ഇല്ല. നമ്മൾ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു ബന്ധവുമില്ലാതെ അലഞ്ഞു തിരിയുന്ന ആത്മാക്കളെ പോലെ ഉള്ള ഒന്നായി അത് മാറുകയാണ്. കാരണം ഒരു കടിഞ്ഞാണില്ല. ഇത് ആരാണ് യൂട്യൂബിൻ്റെ ഓണർ എന്നറിയില്ല. ഇതൊരു കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന യൂട്യൂബോ ഇല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ ആണോ എന്നറിയില്ല. ഇത് എവിടെ നിന്ന് വരുന്നു എന്നറിയില്ല. അങ്ങനെ ആർക്കും ഒരു അറിവും ഈ ഓൺലൈൻ മീഡിയയെ കുറിച്ചില്ല. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു പേരിൽ, ചിലപ്പോൾ മുഖമുള്ളതോ ഇല്ലാത്തതോ ആയ ഒരു പേരിൽ ഏതെങ്കിലും ഒരു വാർത്ത പടച്ചുവിടുന്നു, ഇല്ലെങ്കിൽ വ്യാജമായ ഒരു വാർത്ത സൃഷ്ടിക്കപ്പെടുന്നു. വാട്സപ്പുകളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിലേക്ക് വാർത്തകൾ സൃഷ്ടിക്കപ്പെടുക ഒക്കെ ചെയ്യുന്നു. അതായത് പലരുടെയും കുടുംബം തന്നെ തകർക്കുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ രാജ്യം തന്നെ തകർക്കുന്ന രീതിയിലാണ് ഈ വാർത്തകൾ മുൻപോട്ട് പോകും. ഇതിനെതിരെയാണ് ഇല്ലെങ്കിൽ ഇതിനൊരു കടിഞ്ഞാണിടാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഉള്ളവരുടെ നിർദ്ദേശിച്ച ഭേദഗതികൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ നിയമം. ഇപ്പോൾ ഈ നിയമത്തിൻ്റെ കരട് രൂപം വന്നിട്ട് നേരത്തെ തന്നെ പല ജനങ്ങളുടെ അഭിപ്രായം അറിയുവാൻ വേണ്ടി അത് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അത് വിവിധ മാധ്യമ അസോസിയേഷനുകൾക്കൊക്കെ ഇതിൻ്റെ കരട് കോപ്പികൾ നൽകി കഴിഞ്ഞിട്ടുമുണ്ട്. ഏതായാലും ഇപ്പോൾ കേന്ദ്രം ഉദ്ദേശിക്കുന്ന നിയമത്തിൽ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ, ഏത് തരം കണ്ടന്റാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ കണ്ടന്റ് ക്രിയേറ്റർ ചെയ്യുന്നവരെ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന പേരായിരിക്കും ഇനി അവർക്ക് നൽകുന്നത്. അതായത് ന്യൂസ് കണ്ടന്റ് ചെയ്യുന്നവരെ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് എന്നായിരിക്കും. നമ്മൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണിത്. ഇവിടെ ഒരു നിശ്ചിത സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉള്ള മാധ്യമങ്ങളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യണം എന്നൊരു നിബന്ധന കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമായ ഒരു കാര്യം, ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇന്ത്യൻ പൗരൻ എന്നല്ല, വെറും പൗരൻ എന്ന് മാത്രമാണ്. എന്തുകൊണ്ട് പൗരൻ എന്ന ആ വാക്ക് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഉള്ള മിക്കവാറുമൊക്കെ കുത്തിത്തിരിപ്പ് മാധ്യമപ്രവർത്തനം നടത്തുന്ന മാധ്യമങ്ങളേറെയും ഒന്നുകിൽ 2 സിറ്റിസൺ ഉള്ളവർ, ഇന്ത്യയിൽ ജനിക്കുകയും വിദേശത്ത് സിറ്റിസൺഷിപ്പ് നേടുകയും അവിടെ ഇരുന്നിട്ട് ഖാലിസ്ഥാൻ
വാദികളും അല്ലെങ്കിൽ അത്തരം സംഘടനകളൊക്കെ അവിടെ നിന്ന് നമ്മുടെ രാജ്യത്ത് യൂട്യൂബ് വാർത്തകൾ സൃഷ്ടിക്കുകയും കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ളവരുടെ IP അഡ്രസ്സും പേരും ഇമെയിൽ അഡ്രസ്സും മറ്റും യൂസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് മലയാളത്തിലും മറ്റുമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. എല്ലാ ഭാഷയിലുമുണ്ട്. ഇത് എല്ലാം ഇങ്ങനെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ ഒരു ഉറവിടം അന്വേഷിച്ച് പോകുമ്പോൾ ഈ യാതൊരു നിയമവാഴ്ചയുമില്ലാത്ത യമൻ, സിറിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. കാരണം ആ അന്വേഷണം പിന്നെ എങ്ങും എത്തും. പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരൻ എന്നുള്ള വാക്ക് മാറ്റിയിരിക്കുന്നു. കാരണം ഇന്ത്യൻ പൗരൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മാത്രമുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പുള്ള പൗരനെയാണ്. അങ്ങനെ അല്ലാത്ത പൗരന്മാരും നമ്മുടെ രാജ്യത്തുണ്ട്. കാരണം ഇവിടെ നിന്ന് പല വിദേശ രാജ്യങ്ങളിലും കുടിയേറി അവിടെ ഇരുന്നു കൊണ്ട് ഈ ഓൺലൈൻ മീഡിയകൾ പ്രവർത്തിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു രജിസ്ട്രേഷൻ കൊണ്ടുവരികയാണ്. അതായത് അവരുടെ കമ്പനി ഏതാണെങ്കിൽ ആ കമ്പനി രജിസ്റ്റർ ചെയ്യണം, ഒപ്പം തന്നെ അവരുടെ ഡീറ്റെയിൽസുകൾ നൽകണം, അവരുടെ മറ്റു വിലാസങ്ങൾ നൽകണം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത്, അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾ എങ്ങനെയാണോ ഈ നിയമങ്ങൾക്കനുസൃതമായി രജിസ്റ്റർ ചെയ്ത് മുൻപോട്ട് പോകുന്നത്, നമ്മുടെ പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും എങ്ങനെ പോകുന്നു അതുപോലെ തന്നെ ആകണം ഇനി മുതൽ ഓൺലൈൻ ചാനൽ. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഒരു നിയമമാണ് എന്ന് തന്നെ പറയാം. കാരണം ഈ നല്ല വാർത്തകൾ നൽകുന്ന അനവധി പോർട്ടലുകളും ഓൺലൈനുകളുമുണ്ട്. ജനങ്ങളിപ്പോൾ ഓൺലൈനുകളെ കൂടുതൽ ആശ്രയിക്കുന്നുമുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും ഒരു ചെറിയ വിഭാഗം ഇതിനെ തകർക്കുവാനായിട്ട്, ഇല്ലെങ്കിൽ വ്യാജ വാർത്തകൾ, ഇല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും മറ്റും ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുമുണ്ട്. അതിനെ തടയിടേണ്ടത് ഏതു സർക്കാരിൻ്റെയും ഒരു കടമയായി ഞങ്ങൾ കരുതുന്നു. ഞങ്ങളും ചെയ്യുന്നത് മാധ്യമപ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ തരത്തിൽ തന്നെ അതിനെ ഞങ്ങൾ ആ രീതിയിലാണ് കാണുന്നത്. പക്ഷേ ഈ പ്രതിപക്ഷവും ഒപ്പം തന്നെ ഒരു വലിയ വിഭാഗം മാധ്യമങ്ങളും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പ്രതീക്ഷിച്ച സീറ്റ് ലഭിക്കാതിരുന്നതിന് പ്രധാന കാരണം ഈ BJPക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ സോഷ്യൽ മീഡിയ ശക്തമായതുകൊണ്ടും അവരെ എതിർത്തതുമാണ് കാരണം. അതിൻ്റെ ഒരു പ്രതികാര നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഈ നിയമം വരുന്നത് എന്നാണ്. ഏതായാലും അതിനെക്കുറിച്ച് ഉത്തരം നൽകേണ്ടത് BJP തന്നെയാണ്. കാരണം അവരുടെ പരാജയത്തിൽ ഈ സോഷ്യൽ മീഡിയയ്ക്ക് പങ്കുണ്ടോ എന്ന്, അങ്ങനെ ഉണ്ട് എന്ന് അവരുടെ നേതാക്കൾ മുൻപ് പ്രസ്താവന നടത്തിയിരുന്നു. ഇനി അതിൻ്റെ കാര്യം ആ രീതിയിൽ തന്നെ വിടുകയാണ്. പക്ഷേ ഏതായാലും എല്ലാ രാജ്യത്തും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകൾക്ക് ഒരു ലൈസൻസും രജിസ്ട്രേഷനുമൊക്കെ ഉള്ളതാണ്. അവരെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എല്ലാ രാജ്യത്തുമുണ്ട്. ഈ രാജ്യത്തും അങ്ങനെ വരുന്നതിൽ തെറ്റില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതൊരു മൂക്കുകയറിടുകയാണോ എന്നുള്ളത് നിയമം വന്ന് നടപ്പാക്കി തുടങ്ങുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും നല്ല കാര്യം ഒരു രജിസ്ട്രേഷൻ ആവശ്യമാണ്. കാരണം ഒരു വിലാസം എന്തിനും വേണമല്ലോ. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ ഇന്നപ്പോൾ എൻ്റെ നന്ദി, നമസ്കാരം.